നമസ്കാരം. ഇതിപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. അല്ലാതല്ല, ഈ ആളുകളെ പറ്റി നമ്മൾ രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു വലിയ സങ്കടമില്ല പോലും. ഇത് ഞാനിപ്പോൾ കണ്ട ഈ ആളുകളെപ്പറ്റി, ഈ ഏക എന്ന് പറയുന്നത് ബയോടെക്നോളജി നമ്മുടെ ജൈവ വളങ്ങൾക്കും ജൈവ കൃഷിക്കും ഒരുപാട് സഹായം ചെയ്യുന്നത്. ഞാനൊരു ജൈവ കൃഷിയുടെ ആളല്ല, ഞാനൊരു സ്വാഭാവിക കൃഷിയുടെ ആളാണ്. ഞാൻ വളം പോലും ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന ആളാണ്. നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ആളാണ്. എനിക്ക് പശുവിൻ്റെ ചാണകവും അങ്ങനെയുള്ള വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആളാണ്. കാരണം നിങ്ങളൊന്നും നിരാശപ്പെടേണ്ട, ഐ എം നോട്ട്, നിങ്ങളൊന്നും ഡിസപ്പോയിൻ്റ് ചെയ്യാൻ പറയല്ല. എൻ്റെ ഒരു രീതി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഞാൻ കണ്ടെത്തിയ കാരണമെന്ന് പറയുന്നത്, ഈ പശുക്കളും മൃഗങ്ങളുമൊക്കെ കാട്ടിൽ വളരുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിടെ ഈ ഉച്ഛിഷ്ടങ്ങളും എല്ലാം ഈ കാട്ടിൽ വളർന്ന മരങ്ങൾക്കൊന്നും ആരും വെള്ളം ചേർക്കുകയോ അവർക്ക് വളം ചെയ്യുകയോ തെങ്ങിന് തടം കോരുകയോ പൈപ്പ് വെച്ച് വെള്ളം കോരുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇങ്ങനെ വളർന്ന് കാടായത്. ആ ഒരു ധാരണയിലാണ് ഞാൻ എൻ്റെ കൃഷി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് പശുവായിട്ടുള്ള എഗ്രിമെൻറ്റും അങ്ങനെയാണ്. ഞാൻ പശുവിന് വെള്ളം മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ഒന്നും കൊടുക്കത്തില്ല. പശുവിൻ്റെ അടുത്ത് ഞാൻ പാല് കറക്കാനും പോകത്തില്ല. അത് അവർ കുടിച്ചോളൂ, അവരെ ഫാമിലിയായിട്ട് അവിടെ ജീവിച്ചോളൂ. അതൊക്കെ ഏതായാലും ഈ നമ്മുടെ സ്വാഭാവിക ജൈവ കൃഷിയായാലും ശരി, അതിനൊക്കെ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിക്കുന്നത്, അത് പൊതുവേ ഞാൻ കണ്ടെത്തിയത് പെൺകുട്ടികളെ കണ്ട് ഞെട്ടിപ്പോയിരിക്കുന്നു. ഈ ആമ്പിള്ളേർക്ക് എന്തോ ഒരു പണിയായിരുന്നു. രണ്ട് സ്ഥലത്തു നിന്നും പെൺകുട്ടികളാണ് വരുന്നത്. ഏതായാലും എല്ലാവർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ആണോ? പക്ഷെ പാല് കറക്കുമോ? ആ, എന്നിട്ട് പാല് കറക്കും. പിന്നെ ഈ സിന്ധുവിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ കേട്ടിട്ടൊക്കെ നല്ല സുഖമുള്ള പരിപാടിയാണ്. എനിക്ക് അർജുൻ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം നാളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമ്മൾ ഇപ്പോൾ ഡ്രൈവറില്ലാതെ കാർ ഓടിക്കുന്നു ഒക്കെ ശരിയാണ്. നാളെ നമ്മുടെ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടറിന് ആർട്ടിഫിഷ്യൽ ബുദ്ധി ഉണ്ടായാൽ നമ്മളെ ഭരിക്കാൻ വരും. അത് വേറെ കാര്യം. ദാറ്റ് ഈസ് അനദർ ത്രെറ്റ് ഓഫ് ടുമോറോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര തമാശയായിട്ട് പറയല്ല ഞാൻ. കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ഇപ്പോൾ മെമ്മറിയേ ഉള്ളൂ, ഓർമ്മശക്തി മാത്രമേ ഉള്ളൂ. ഇനി ബുദ്ധിയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. അതിന് വിട്ടുകൊടുക്കാതെ അതിനിപ്പോൾ അതിനെതിരായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. എനിവേ, അത് നമുക്ക് ടെക്നോളജി ഡെവലപ്മെൻ്റാണ്. പിന്നെ ഈ മറ്റു രണ്ടാൾക്കാർ, സിന്ധു പിന്നെ പ്രൊഫൗണ്ടിസ് അല്ലേ. പക്ഷെ എന്നാലും അർജുൻ്റെ ഈ കുട്ടികളുടെ ഈ ഇൻക്യുബേറ്റർ ഒരു വലിയ അത്ഭുതമാണ്. ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് എന്തോ ഒരു മഹാസംഭവമാണ്. അത് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഇൻക്യുബേറ്ററിനകത്ത് കുഞ്ഞിനെ കിടത്തി, നമ്മളെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് കുഞ്ഞിനെ വെക്കുന്ന എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് വേറൊരു പുതപ്പ് പോലെ ഇപ്പോൾ എളുപ്പം കുഞ്ഞിനെ ധരിപ്പിക്കാവുന്ന, ഇലക്ട്രിസിറ്റിയോ കറണ്ടോ ഒന്നും വേണ്ടാതെ, അതൊക്കെ നമുക്ക് തന്നെ പുതിയ അറിവാണ്. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ഇവിടെ. നമ്മൾ പല അത്യാവശ്യം സൗകര്യമുള്ള ആൾക്കാർ എവിടെയൊക്കെയാണ് ഇപ്പോൾ അവരുടെ പണം നിക്ഷേപിക്കേണ്ടതെന്നറിയാതെ ഭൂമിയിലും ഒരു പ്രയോജനമില്ല. കൃഷി ചെയ്യാനും സമ്മതിക്കില്ല, ചെയ്യാതിരിക്കാനും സമ്മതിക്കില്ല, കൃഷിയോട്ട് ചെയ്യുമില്ല. പിന്നെ ബിൽഡിങ്ങിനാണെങ്കിൽ 100,000 നൂലാമലകൾ. ഇപ്പോൾ വലിയ ആൾക്കാർ ഇപ്പോൾ 5 കോടി രൂപ, 10 കോടി രൂപ, 20 കോടി രൂപയൊക്കെ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 10 പൈസക്ക് ഭൂമിയുടെ കച്ചവടം നടക്കുന്നില്ല, വിൽപ്പനയുമില്ല, ചുമ്മാ കിടക്കുകയാണ്. ഈ പൈസയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഈ പിള്ളേർക്ക് 10-25 പേർക്ക് ഒരു 10 രൂപ വെച്ചു 10 പേർക്ക് കൊടുക്കും. 10 പേർക്ക് 25 ലക്ഷം രൂപ വെച്ച് കൊടുക്കും. 25 ലക്ഷം പേർക്ക് 10 പേർക്ക് കൊടുത്താൽ 10 പേരും ജയിക്കില്ല, 3 പേര് ജയിച്ചാൽ നമ്മുടെ കാശ് വരും. അത് ഇനീഷ്യലി വരുമ്പോൾ ഏറ്റവും വലിയ ഷെയർ നമുക്കായിരിക്കും. ഞാനൊരു പിള്ളേരെ പറ്റിക്കുന്ന കാര്യം പറയുന്നതല്ല, 2 തരത്തിലുണ്ട്. കാശ് മുടക്കുന്ന ആൾക്കും ഗുണമുണ്ടാവണം, ഓണ്ടർപ്രണേഴ്സിനും ഗുണമുണ്ടാവണം. അങ്ങനെ സ്റ്റാർട്ടപ്പ് കമ്പനി, നമുക്കൊരു ബോധ്യമുള്ളൊരു കമ്പനിക്കാർ പിള്ളേർ വന്ന് ചോദിക്കുമ്പോൾ 10-25 രൂപ അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുക. നമുക്ക് നാളെ ഈ കമ്പനി വലുതായി വന്നാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ഇൻവെസ്റ്ററും ഏറ്റവും വലിയ സമ്പാദ്യക്കാരനും. ഭൂമി അവിടെ കിടന്ന് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയുടെ അകത്തേക്കുള്ള കാശ് ചിലവാക്കാതെ ഭൂമിക്ക് മുകളിലുള്ളതിന് ഇൻവെസ്റ്റ് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അർജുൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ആലോചിക്കുകയാണ്. അത് മാതാപിതാക്കൾ മാത്രമല്ല ഇതുപോലെ പറയുന്നു വരുന്ന ആൾക്കാർ. നമ്മൾ ഈ പിള്ളേർ അത്യാവശ്യം കീറിയ പാൻറ്റൊക്കെ ഇട്ട് അവർക്ക് ഒരുപാട് ഐഡിയകളുണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഈ സിനിമയിലും അതുപോലെ ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ഒരു പുതിയ ഐഡിയകളൊക്കെ ഇട്ട് വരുന്ന ആൾക്കാരെ ഞാൻ ചെറുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ നിന്ന് പോകുന്നത്. എൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് പറയുക. ഇവിടെ വലിയ ആൾക്കാർ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് പുതിയ ഐഡിയകളുമായിട്ട് വരുന്ന കുട്ടികൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ഇത് വിജയനാവസാനൊക്കെ അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഈ പുതിയ ഐഡിയകളുമായിട്ട് വരുന്ന ആളുകളെ ഒരു പരീക്ഷണത്തിന് അവരെ അതിനനുവദിക്കില്ല. നമ്മൾ 10-100 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കി വെച്ചിട്ട് ആയിരക്കണക്കിന് എഞ്ചിനീയറിംഗ് പിള്ളേരെ ഇവിടെ പുറത്തിറക്കിയിട്ട് അവർക്ക് ജോലിയുമില്ല, അവർക്ക് നമ്മുടെ സ്റ്റേറ്റിന് ബാധ്യത, വീട്ടുകാർക്ക് ബാധ്യത, അങ്ങനെയൊന്നും ഉണ്ടാകാതെ സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമായ ഒരു തൊഴിലിലേക്ക് അവരെ ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതാവട്ടെ നമ്മുടെ എല്ലാവരുടെയും മനോഭാവം. അതിന് കൈരളി ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു അവാർഡുകൾ ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എനിക്ക്
വേഗം പോകണം, ദയവ് ചെയ്ത് എന്നെ വിടുക.